നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ആലപ്പുഴ രക്ഷാപ്രവർത്തനം കേസിൽ DGP MR അജിത് കുമാറിനെതിരെ അച്ചടക്ക നടപടിയെടുക്കാൻ കഴിയാതെ സർക്കാർ തല പുകയ്ക്കുന്നു. കേസിൽ തിരിമറി നടക്കുമ്പോൾ അജിത് കുമാർ തന്റെ ഓഫീസിലുണ്ടായിരുന്നില്ല എന്നാണ് വിവരം. ഈ സാഹചര്യത്തിൽ അജിത് കുമാറിനെതിരെ നടപടിയെടുത്താലും കോടതിയിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് DGPക്ക് നിയമോപദേശം ലഭിച്ചിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കൂടുതൽ വ്യക്തത തേടി അന്വേഷണ റിപ്പോർട്ട് മടക്കിയത്. എത്ര അന്വേഷിച്ചാലും തന്നെ പ്രതിയാക്കാൻ കഴിയില്ലെന്ന് അജിത് ഉറച്ചു വിശ്വസിക്കുന്നു. അജിത് കുമാർ തന്ത്രപൂർവ്വം മാറി നിന്ന ശേഷം തന്റെ കീഴ് ജീവനക്കാരെ കൊണ്ട് കേസിൽ തിരിമറി കാണിച്ചെന്ന വിവരമാണ് പുറത്തുവരുന്നത്. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനം കേസിൽ ADGP MR അജിത് കുമാറിന്റെ ഇടപെടൽ സംബന്ധിച്ചുള്ള പുതിയ റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം DGPക്ക് സമർപ്പിച്ചു. SP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള സംഘം 3 ആഴ്ച മുമ്പ് സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ട് കൂടുതൽ വ്യക്തത തേടി കഴിഞ്ഞ ദിവസം DGP റവാഡ ചന്ദ്രശേഖർ മടക്കിയിരുന്നു. DGP നിർദ്ദേശിച്ച കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തിയ റിപ്പോർട്ടാണ് ഇന്നലെ വൈകിട്ട് സമർപ്പിച്ചത്. സംഭവത്തിലെ കേസ് ഡയറി തിരുത്തിയതിലടക്കം അജിത് കുമാറിന്റെ ഇടപെടൽ തെളിയിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുതുക്കിയ റിപ്പോർട്ടിലുണ്ടെന്നാണ് വിവരം. എന്നാൽ ഇതിനും നിയമപരമായ നിലനിൽപ്പില്ലെന്നാണ് വ്യാഖ്യാനം. അതായത് സർക്കാർ കൂടുതൽ പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത്. അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ KC വേണുഗോപാലും അദ്ദേഹത്തിന്റെ MLA-മാരും സർക്കാരിനെ നിർത്തിപ്പൊരിക്കുമെന്ന് ഉറപ്പാണ്. രക്ഷാപ്രവർത്തനം കേസിൽ അജിത് കുമാറിനെതിരെ നടപടി നീളുന്നുവെന്ന ആക്ഷേപത്തിനിടെ ആഭ്യന്തരമന്ത്രി ഇടപെട്ടതോടെയാണ് റിപ്പോർട്ട് കൈമാറ്റം വേഗത്തിലാക്കിയത്. പുതുക്കിയ റിപ്പോർട്ട് നടപടിക്ക് ശുപാർശ ചെയ്ത് DGP ഉടൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിലാകും വകുപ്പ് തല നടപടിക്ക് തീരുമാനമെടുക്കുക. എന്നാൽ മന്ത്രി എന്ത് തീരുമാനിച്ചാലും അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും. കോടതിയിൽ സർക്കാർ തോറ്റാൽ കൂടുതൽ നാണക്കേടാകും. CPM അത് ആഘോഷമാക്കുകയും ചെയ്യും. അതിനാൽ ലഹളകൾ നിയന്ത്രിച്ച് അജിത്തിനെതിരെ നടപടിക്ക് തുനിയാതിരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. മന്ത്രി VD സതീശനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ AD തോമസ് MLA-ക്കും അജയ് ജുവൽ കുര്യാക്കോസ് ഇന്നലെയും സമയം അനുവദിച്ചില്ല. നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ വെച്ച് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻ ഉൾപ്പെടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ മർദ്ദിച്ച കേസ് അട്ടിമറിക്കാൻ ഇടപെട്ട ADGP അജിത് കുമാറിനെതിരായ നടപടി വൈകുന്നതിൽ മുഖ്യമന്ത്രിയെ കാണാനാണ് ഇരുവരും തീരുമാനിച്ചിരുന്നത്. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി ഇന്നലെ ഇരുവരും തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയ്ക്കുള്ള സമയം അനുവദിച്ചില്ല. ഇന്ന് മണ്ഡലത്തിലെത്തുമ്പോൾ കാണാമെന്നായിരുന്നു ഉറപ്പ് നൽകിയത്. ഇത് പ്രകാരം AD തോമസ് MLA-യും അജയ് ജുവൽ കുര്യാക്കോസും ഇന്ന് എറണാകുളത്തേക്ക് വരാനായി തയ്യാറെടുത്തെങ്കിലും ഉച്ചവരെയും ഏത് സമയത്ത് കാണാമെന്ന കാര്യത്തിൽ മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ വിവരം നൽകിയില്ല. ഫോണിൽ ബന്ധപ്പെടാൻ പലപ്പോഴായി ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. പിന്നീടാണ് കൂടിക്കാഴ്ച മറ്റൊരു ദിവസത്തേക്ക് മാറ്റാമെന്ന അറിയിപ്പ് ലഭിച്ചത്. തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്ന UDF മന്ത്രിസഭയുടെ ആദ്യ തീരുമാനമായിരുന്നു രക്ഷാപ്രവർത്തന കേസിൽ SIT രൂപീകരണം. എന്നാൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും നടപടി വൈകുകയാണ്. DGP സ്ഥാനത്തേക്കുള്ള അജിത് കുമാറിന്റെ സ്ഥാനക്കയറ്റം തടയുന്നതിന് അതിവേഗം നടപടി വേണമെന്നാണ് രക്ഷാപ്രവർത്തന കേസിലെ ഇരകളായ AD തോമസ് MLA-യുടെയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസിന്റെയും നിലപാട്. ഇരുവരും മുഖ്യമന്ത്രിയെ കാണാനിരിക്കെയാണ് ഇന്നലെ വൈകിട്ടോടെ റിപ്പോർട്ട് DGPക്ക് മുന്നിലെത്തിയത്. അജിത്തിനെതിരെ ദോശ ചുടും പോലെ നടപടിയെടുക്കാനാകില്ലെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. SIT DGPക്ക് സമർപ്പിച്ച ആദ്യ റിപ്പോർട്ടിൽ കേസ് ഡയറി തിരുത്തിയതിൽ അജിത് കുമാറിനേക്കാൾ അദ്ദേഹത്തിന്റെ ഓഫീസിലുള്ള സെക്കൻഡ് ഗ്രേഡ് SI-മാരുടെ ഇടപെടലുകളെ കുറിച്ചാണ് പരാമർശമുണ്ടായിരുന്നത്. കേസിൽ തിരിമറി നടക്കുമ്പോൾ അജിത് കുമാർ തന്റെ ഓഫീസിൽ ഉണ്ടായിരുന്നില്ല എന്നും വാദമുണ്ട്. ഈ സാഹചര്യത്തിൽ അജിത് കുമാറിനെതിരെ നടപടിയെടുത്താലും കോടതിയിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് DGPക്ക് നിയമോപദേശം ലഭിച്ചിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കൂടുതൽ വ്യക്തത തേടി അന്വേഷണ റിപ്പോർട്ട് മടക്കിയത്. അഗ്നിരക്ഷാ സേനാ മേധാവി നിതിൻ അഗർവാൾ 31-ന് വിരമിക്കുമ്പോൾ അജിത് കുമാറിന് DGP റാങ്കിൽ സ്ഥാനക്കയറ്റം ലഭിക്കാനിരിക്കുകയാണ്. സ്ഥാനക്കയറ്റവും ബന്ധപ്പെട്ട് തീരുമാനമെടുക്കാൻ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സ്ക്രീനിംഗ് കമ്മിറ്റി 20-ന് യോഗം ചേരും. ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിന്റെ പേരിൽ മുഖ്യമന്ത്രി VD സതീശനും KSUവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ കോൺഗ്രസിൽ അപസ്വരം സൃഷ്ടിച്ച സാഹചര്യത്തിൽ അജിത് കുമാറിനെതിരെ നടപടിയിലും ആശങ്ക മുറുകുകയാണ്. ADGP അജിത് കുമാറിനെതിരെ നടപടി നീണ്ടുപോകുന്നതിന്റെ നീരസവും KC യൂത്ത് കോൺഗ്രസ് തലങ്ങളിലുണ്ട്. രണ്ടിന്റെയും പേരിലുള്ള പ്രതികരണങ്ങൾ പക്ഷെ നിഷ്കളങ്കമായി മുഖ്യമന്ത്രി കരുതുന്നില്ല. പ്ലീഡർ നിയമനത്തിൽ KSUവിന് എന്താണ് കാര്യമെന്ന അദ്ദേഹത്തിന്റെ രൂക്ഷ പ്രതികരണം ആ പശ്ചാത്തലത്തിലാണ്. പ്ലീഡർമാരിൽ 2 പേരുടെ നിയമനമാണ് അസ്വസ്ഥത സൃഷ്ടിച്ചത്. ഒരാൾ തിരുവനന്തപുരം ലോ കോളേജിൽ പഠിക്കുമ്പോൾ സജീവ SFI പ്രവർത്തകനായിരുന്നുവെന്ന
മുൻ KSU യൂണിറ്റ് പ്രസിഡന്റുമാരുടെ ആരോപണം. പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ ഏറ്റെടുക്കുകയായിരുന്നു. തൃശൂർ ലോ കോളേജ് വിദ്യാർത്ഥിയായിരിക്കെ ABVP പ്രവർത്തകനായിരുന്നു എന്നതാണ് രണ്ടാമത്തെ ആൾക്കെതിരെയുള്ള ആക്ഷേപം. ലോയേഴ്സ് കോൺഗ്രസ് നൽകിയ പട്ടികയിൽ ഇടം പിടിച്ചവരാണ് രണ്ടുപേരുമെന്ന പ്രതിരോധമാണ് മുഖ്യമന്ത്രി തീർത്തത്. ഒരാളുടെ കാര്യത്തിൽ ഒരു ലോക്സഭാ അംഗത്തിന്റെ ശുപാർശയും ഉണ്ടായിരുന്നു. പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്നവർ നൽകുന്ന ശുപാർശകൾ കൂടി പരിഗണിച്ച് നടത്തുന്ന നിയമനങ്ങളുടെ പേരിലുള്ള പാപഭാരം തന്നിൽ ചുമത്തുന്നതിലുള്ള എതിർപ്പ് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ രൂക്ഷ പ്രതികരണത്തിൽ അടങ്ങിയത്. തന്നോടോ പാർട്ടി നേതൃത്വത്തോടോ നേരിട്ട് പറയാതെ ഫേസ്ബുക്കിൽ 6 ദിവസം മുമ്പ് പരസ്യമായി പ്രതിഷേധിച്ച KSU പ്രസിഡന്റിന്റെ നടപടിയിലെ അമർഷം കൂടിയാണ്. എന്നാൽ മുഖ്യമന്ത്രി സംഘടനയെ അവഹേളിച്ചെന്ന അമർഷം KSUവിൽ സൃഷ്ടിക്കാൻ ആ പ്രതികരണം കാരണമായി. കോൺഗ്രസിനെ പ്രതിനിധീകരിക്കുന്ന 2 പേർ KSUവിന് പിന്തുണ പ്രഖ്യാപിച്ചതും മുഖ്യമന്ത്രിയോട് വിയോജിച്ചും ചാനൽ ചർച്ചകളിൽ രംഗത്തെത്തി. മന്ത്രി T. സിദ്ദിഖിന്റെ പ്രതികരണവും KSUവിനെ പിന്താങ്ങിയാണെന്നും ചാണ്ടി ഉമ്മന്റേത് മുഖ്യമന്ത്രിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നതാണെന്നുമുള്ള വ്യാഖ്യാനമുണ്ടായി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഘടന നിശ്ചയിച്ച ഘട്ടത്തിൽ മന്ത്രി M. ലിജുവിന്റെ വാക്കുകളിൽ മറനീങ്ങിയ അതൃപ്തിയുടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി N. ശേഷാദ്രിനാഥിനെ നിശ്ചയിച്ചതിനെതിരെ KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് ഉയർത്തിയ കലാപക്കൊടിയുടെയും തുടർച്ചയായാണ് KSU പ്രസിഡന്റിന്റെ പരസ്യ നീക്കങ്ങളെ മുഖ്യമന്ത്രി കാണുന്നത്. തന്റെ വിയോജിപ്പ് വ്യക്തമാക്കിയ ശേഷവും അലോഷ്യസ് പരസ്യ വിമർശനം തുടർന്നത് മറ്റാരുടെയും പിന്തുണ ഇല്ലാതെയാണെന്ന് അദ്ദേഹം കരുതുന്നില്ല. എന്നാൽ മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിച്ചു നടക്കാതെ വന്ന സാഹചര്യത്തിലാണ് വീണ്ടും പ്രതികരിക്കേണ്ടി വന്നതെന്നാണ് അലോഷ്യസ് ചൂണ്ടിക്കാട്ടുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടെങ്കിലും തനിക്ക് സമയം അനുവദിച്ചില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. തുടർന്ന് KSUവിന്റെ വികാരം വ്യക്തമാക്കുന്ന കത്ത് കൈമാറിയതായും അറിയിച്ചു. വിവാദ നിയമനം തങ്ങൾ നൽകിയ പട്ടികയിൽ നിന്നാണെന്ന മുഖ്യമന്ത്രിയുടെ വിശദീകരണം ലോയേഴ്സ് കോൺഗ്രസ് ഇന്നലെ നിഷേധിച്ചത് പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കി. എന്നാൽ സംഘടന നൽകിയ പട്ടികയിൽ ആ പേരുകൾ ഉണ്ടായിരുന്നുവെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആവർത്തിച്ചു. രക്ഷാപ്രവർത്തനം കേസ് പുനരന്വേഷിക്കാൻ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ തീരുമാനിച്ചു. മുന്നോട്ടു പോകുമ്പോൾ അജിത് കുമാറിന് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നതെന്ന തരത്തിലുള്ള ചിത്രീകരണം ചിലർ നടത്തുന്നതിൽ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും വിയോജിപ്പുണ്ട്. മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലുണ്ടായ ചേരിതിരിവും പുതിയ KPCC പ്രസിഡന്റ് നിയമനവും നീണ്ടുപോകുന്നതും സർക്കാർ പാർട്ടി ഏകോപനത്തിൽ സൃഷ്ടിച്ച വിടവുകളെല്ലാം ഈ വിവാദങ്ങൾക്ക് വളം വയ്ക്കുകയും ചെയ്യുന്നു. മുഖ്യമന്ത്രിക്കെതിരായ വിമർശനങ്ങളെ ആഭ്യന്തരമന്ത്രിയും ഇതര മന്ത്രിമാരും സന്തോഷത്തോടെയാണ് കാണുന്നത്. തനിക്ക് പണിഞ്ഞവർ അനുഭവിക്കട്ടെ എന്നാണ് ചെന്നിത്തലയുടെയും ചിന്ത. അതുകൊണ്ടാണ് അജിത് കുമാറിനെതിരായ KC വേണുഗോപാലിന്റെ വിമർശനം വന്നപ്പോൾ ചെന്നിത്തല ഫയലിൽ നടപടി ത്വരിതപ്പെടുത്താൻ DGPക്ക് നിർദ്ദേശം നൽകിയത്. ഒരിക്കലും തന്റെ ഗദറിൽ കറ പുരളരുത് എന്നുറച്ച നിലപാട് ചെന്നിത്തലയ്ക്കുണ്ട്. അജിത്തിനെതിരെ നടപടി എടുക്കണമെന്ന് തന്നെയാണ് ചെന്നിത്തലയുടെ ആവശ്യം. നടപടി കോടതിയിൽ ചോദ്യം ചെയ്യാനുള്ള ധാർമ്മിക ഉത്തരവാദിത്തം നടപടിക്കിരയായ വ്യക്തിക്കുണ്ടെന്ന് മന്ത്രി കരുതുന്നു. അതിനാൽ അജിത് കേസിൽ ജയിക്കുന്നതിനെ കുറിച്ചുള്ള വേവലാതി ആഭ്യന്തരമന്ത്രിക്കില്ല. ഇക്കാര്യം അദ്ദേഹം മുഖ്യമന്ത്രിയെ അറിയിച്ചുവെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ മുഖ്യമന്ത്രിക്ക് ആവശ്യം പഴുതടച്ച് നടപടിയാണ് ആവശ്യം. സംസ്ഥാന സർക്കാർ നടത്തിയ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടാണ് കേസിന് ആധാരമായ പ്രസ്താവന മുഖ്യമന്ത്രി നടത്തിയിരുന്നത്. പ്രതിഷേധങ്ങളെ അടിച്ചമർത്താനും നിയമം കയ്യിലെടുക്കാനും DYFIക്കാർക്ക് അനുവാദം നൽകുന്ന തരത്തിൽ പിണറായി വിജയൻ നടത്തിയ പ്രസ്താവനയുടെ അനന്തരഫലം മാസങ്ങളോളം കേരളം കലാപഭൂമിയായി മാറി എന്നതായിരുന്നു. മുഖ്യമന്ത്രിയുടെ ആഹ്വാനം ശിരസ വഹിച്ച് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പാർട്ടിക്കാർ അടിഞ്ഞാടി. പോലീസ് നോക്കുകുത്തിയായി തീർന്നപ്പോൾ അവരുടെ ലാത്തി കൈവശപ്പെടുത്തി പിണറായിയുടെ ഗൺമാൻ പോലും പ്രതിഷേധക്കാരെ കൈകാര്യം ചെയ്യുകയുണ്ടായി. സ്ഥലകാല ബോധമില്ലാതെ DYFIക്കാർ നടത്തിയ ഈ ഗുണ്ട ആക്രമണത്തിൽ മാരകമായി പരിക്കേറ്റ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരിൽ പലരും ഇപ്പോഴും രോഗക്കിടക്കയിൽ തന്നെ കഴിയുകയാണ്. അത്രമേൽ മൃഗീയ ആക്രമണമാണ് പിണറായി വിജയന്റെ പ്രോത്സാഹനത്തിൽ നടന്നത്. കണ്ണൂർ ജില്ലയിൽ വെച്ചായിരുന്നു ഈ നരനായാട്ടിന്റെ തുടക്കം. നവകേരള സദസ്സ് തളിപ്പറമ്പിലേക്ക് എത്തുമ്പോൾ പഴയങ്ങാടിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുകയായിരുന്നു. തദവസരത്തിൽ അവിടെ എത്തിയ DYFIക്കാർ പ്രതിഷേധക്കാരെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ഈ നീചകൃത്യത്തെയാണ് രക്ഷാപ്രവർത്തനമായി മുഖ്യമന്ത്രി വ്യാഖ്യാനിച്ചത്. വിഷയം പ്രതിപക്ഷം സഭയിൽ ഉൾപ്പെടെ ഉയർത്തിയപ്പോഴും ഇതേ നിലപാടിൽ പിണറായി വിജയൻ ഉറച്ചു നിൽക്കുകയായിരുന്നു. ബസ്സിന് മുന്നിൽ ചാടിയവരെ പിടിച്ചു മാറ്റിയത് എങ്ങനെ കുറ്റമാവുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ന്യായീകരണം. തന്റെ പ്രസ്താവന സൃഷ്ടിച്ച ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ തിരിച്ചറിഞ്ഞിട്ടും അതിന്മേൽ ഉറച്ചു നിന്ന പിണറായി വിജയന് പക്ഷേ കേരളത്തിലെ ജനങ്ങൾ കഠിന ശിക്ഷയാണ് നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനുണ്ടായ കനത്ത തോൽവിയുടെ പ്രധാന കാരണങ്ങളിലൊന്നായി ഈ രക്ഷാ
രക്ഷാപ്രവർത്തന പ്രയോഗത്തെ ഇടത് കക്ഷികൾ തന്നെ വിലയിരുത്തുകയുണ്ടായി. കോടികൾ ചിലവഴിച്ച് PR ഏജൻസികൾ മിനുക്കിയെടുത്ത പിണറായി വിജയന്റെ പൊയ്മുഖം അഴിഞ്ഞു വീഴുന്നതിനും അദ്ദേഹത്തിന്റെ ഗതകാല ചരിത്രം അനാവരണം ചെയ്യപ്പെടുന്നതിനും ഈ പ്രയോഗം കാരണമായി തീരുകയും ചെയ്തു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് കേരളീയരുടെ ഹൃദയത്തിൽ ചിരസ്മരണ നേടിക്കൊടുത്ത UDF സർക്കാരിന്റെ ജനസമ്പർക്ക യാത്രയുടെ ബദലായിട്ടായിരുന്നു പിണറായി സർക്കാരിന്റെ നവകേരള സദസ്സ്. എന്നാൽ 1 കോടിയിലേറെ രൂപ ചിലവഴിച്ച് പ്രത്യേകമായി തയ്യാറാക്കിയ ബസ്സിൽ നിന്ന് തുടങ്ങിയ ഈ അത്യാഡംബര യാത്ര തുടക്കത്തിൽ തന്നെ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന തരത്തിലായിരുന്നു. വിമർശന ശരങ്ങളോടെ കാസർഗോഡ് നിന്ന് ആരംഭിച്ച യാത്ര കണ്ണൂരിലെത്തിയപ്പോഴേക്കും ലക്ഷ്യത്തിൽ നിന്ന് തീർത്തും വ്യതിചലിക്കുന്നതാണ് കാണാൻ കഴിഞ്ഞത്. യാത്ര കടന്നു പോകുന്ന വഴികളിലെ പ്രതിഷേധവും അതിനെതിരെയുള്ള മുഖ്യമന്ത്രിയുടെ ആശീർവാദത്തോടെയുള്ള ഭീകരാക്രമണങ്ങളും മാത്രമായിരുന്നു വാർത്തകളിൽ ഇടം പിടിച്ചത്. നിന്ന നിൽപ്പിൽ ആയിരക്കണക്കായ ഫയലുകളിൽ തീർപ്പ് കൽപ്പിച്ചായിരുന്നു ഉമ്മൻചാണ്ടിയും ജനസമ്പർക്ക യാത്രയും ചരിത്രത്തിൽ ഇടം പിടിച്ചതെങ്കിലും ഒരു ഫയലിൽ പോലും തീരുമാനമാകാതെയായിരുന്നു പിണറായിയുടെയും സംഘത്തിന്റെയും യാത്ര. ഡിവൈഎഫ്ഐയുടെയും മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരുടെ എല്ലാം അഴിഞ്ഞാട്ടത്തെ പോലീസ് നിസ്സംഗതയോടെ കൈകാര്യം ചെയ്ത സാഹചര്യത്തിലാണ് കോൺഗ്രസ് നേതാക്കളുടെ ശക്തമായ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. RSS ബാന്ധവത്തിന്റെയും വിദ്വേഷ പ്രചാരണത്തിന്റെയും പൂരം കലക്കലിന്റെയും എല്ലാം ആരോപണ ശരങ്ങളാൽ പിടയുമ്പോഴാണ് ഇടുത്തി പോലെ അജിത് കുമാറിന്റെ തലയിൽ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട കേസും വന്നു പതിച്ചിരിക്കുന്നത്. ഏകാധിപതികളെ കൊണ്ട് കണക്കുകൾ എണ്ണി പറഞ്ഞിട്ടില്ലാത്ത ഒരു കാലവും കടന്നുപോയിട്ടില്ലെന്നാണ് സംസ്ഥാനത്തെ നിലവിലെ സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്നത്.